ഉത്തർപ്രദേശിലെ സംഭൽ ഷാഹി ജമാ മസ്ജിദിൽ സർവേ നടപടികൾ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി. കേസ് വിചാരണ നടക്കുന്ന സംഭൽ ജില്ലാ കോടതിക്ക് കേൾക്കാമെന്നും സർവേ നടപടികൾക്ക് ഉത്തരവിട്ടതിൽ തെറ്റില്ലെന്നും അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മസ്ജിദ് വിഭാഗം നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സംഭൽ ഷാഹി ജമാ മസ്ജിദിൽ സർവേ നടപടികൾ തുടരാമെന്നാണ് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. സർവേക്ക് അനുമതി നൽകിയ സംഭൽ ചന്ദോസി കോടതി നടപടി ഹൈക്കോടതി ശരിവെച്ചു. വിചാരണ കോടതി ഉത്തരവിൽ അപാകതയില്ലെന്ന് വ്യക്തമാക്കി മസ്ജിദ് വിഭാഗത്തിന്റെ ഹർജി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് തള്ളി. 1958 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് തർക്ക കെട്ടിടം കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിനാൽ ആരാധനാ നിയമം സംഭൽ കേസിൽ ബാധകമല്ലെന്നും ഹൈന്ദവ വിഭാഗങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. कि एक एएसआई प्रोटेक्टेड मॉन्यूमेंट है 1958 का और एएसआई एक्ट 1958 से ये गवर्न होता है, तो इसलिए प्लेसेस ऑफ वर्शिप एक्ट के सेक्शन 4 सब क्लॉज 3A में लिखा हुआ है कि जो मॉन्यूमेंट एएसआई एक्ट से गवर्न होते हैं वहां पे प्लेसेस ऑफ वर्शिप एक्ट लागू ही नहीं होगा. इसलिए यहाँ पे प्लेसेस ऑफ वर्शिप एक्ट ना लागू होता है और ना सुप्रीम कोर्ट का 12 दिसंबर का ऑर्डर लागू होता है. മുഗൾ ആക്രമി ബാബർ ഹിന്ദു ക്ഷേത്രം തകർത്താണ് സംഭൽ മുസ്ലിം പള്ളി പണിതതെന്നാണ് ഹൈന്ദവ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാദം കണക്കിലെടുത്ത് സംഭൽ കോടതി സർവേക്ക് ഉത്തരവിട്ടതിന് പിന്നാലെ കഴിഞ്ഞ നവംബർ 19 പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചു. തുടർന്ന് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജനം, ഡൽഹി.